ഇന്ന് നമുക്ക് വാട്ടർമെലൺ കൊണ്ട് രണ്ട് രീതിയിലുള്ള ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ലെമണേഡും മോക്ടെയിലുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു തണ്ണിമത്തൻ്റെ ഏകദേശം ഒരു പകുതി പീസോളം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തണ്ണിമത്തൻ എടുക്കുമ്പോൾ ഈ ഒരു ടൈപ്പ് എടുക്കാമെങ്കിൽ നല്ല സ്വീറ്റ് ആയിരിക്കും. കണ്ടില്ല ഈ കളർ. ആദ്യം നമുക്ക് ലെമണേഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആ തണ്ണിമത്തൻ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് ഞാനൊരു പകുതി എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതൊരു 1.5 കപ്പ് കാണും. അത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സീഡൊന്നും എടുക്കരുത്. ഈ സീഡെല്ലാം മാറ്റിയിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം ഇതാകുമ്പോൾ നല്ല സ്വീറ്റ് ഈ ഒരു ടൈപ്പിന്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ വേണം. ഞാനിപ്പോൾ ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ മധുരം ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് വേണം, ഒരു 3 എണ്ണം. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലതായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലതായിട്ട് അരിച്ചെടുക്കണം. ഇതിലോട്ട് നമുക്ക് സോഡയും കൂടെ ചേർക്കണം. ഈ അരിച്ച് വെച്ചതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് നമുക്ക് മാറ്റാം. ആദ്യമേ ഗ്ലാസ്സിൽ ഒരു 2-3 പീസ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ അടിച്ച് വെച്ചേക്കുന്ന ഈ ജ്യൂസിൻ്റെ ഒരു പകുതി നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ബാക്കി പകുതി ഭാഗം സോഡ ഒഴിച്ചു കൊടുക്കണ്ടേ. സോഡ ഒഴിച്ചു കൊടുക്കുക. ഈ സോഡയെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതായിട്ട് തണുപ്പിച്ച് വേണം എടുക്കാൻ. പിന്നെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത വാട്ടർമെലൺ കൂടെ ഇട്ട് കൊടുക്കണം. അതൊരുപാട് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വരുന്ന പോലെ. അത് നമ്മൾ കുടിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു അളവിൽ ഒരു 2 ഗ്ലാസ് ജ്യൂസിനുള്ളതുണ്ട്. ഇനി നമുക്ക് മോക്ടെയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മിക്സിയുടെ ജാറിലോട്ട് ഈ ബാക്കി ഇരിക്കുന്ന തണ്ണിമത്തൻ പീസും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു തണ്ണിമത്തൻ്റെ പകുതിയാണ് ഞാൻ ഇതിൻ്റെ 2നും കൂടി എടുത്തേക്കുന്നത്. പകുതി നമ്മൾ ലെമണേഡിന് വേണ്ടി എടുത്തു, ബാക്കി ഇരിക്കുന്നതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 കപ്പ് കാണും. ഇനി ഇതിലോട്ട് നമുക്ക് സ്പ്രൈറ്റോ മിരണ്ടയോ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം സ്പ്രൈറ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിരണ്ടയോ ഫാൻറ്റയോ ഏതെങ്കിലും എടുക്കാം. അപ്പോൾ ഈ സ്പ്രൈറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 500 ml 500 600 ml ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിത് അടിച്ചെടുത്തപ്പം ശകലം മധുരം വേണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്താണ് അടിച്ചത്. അപ്പം നിങ്ങൾ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇത് നമ്മൾ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല 2 ഡ്രിങ്ക്സാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിലോട്ട് 2-3 പീസ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണേ. താങ്ക് യു.